കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അച്ഛനോട് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും നടക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പോകാത്തവരുടെയും പള്ളിയിൽ പോകാത്തവരുടെയും കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നടക്കണേ. അപ്പം അത് കാണുമ്പോൾ വിഷമം. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു വിശുദ്ധയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത്. ഞാൻ ആ മകളോട് പറഞ്ഞു, മോളെ, ഒരിക്കലൊരു വിശുദ്ധയായ ഒരു സിസ്റ്ററിനോട് അവരുടെ മദർ ആവശ്യപ്പെട്ടു, ഉണങ്ങി നിൽക്കുന്ന മുന്തിരിച്ചെടിയുടെ കടയ്ക്ക് 2 നേരം വെള്ളമൊഴിക്കുക. അനുസരണത്തിന് കീഴിൽ ഈ സിസ്റ്റർ ഉണങ്ങിയ മുന്തിരിച്ചെടിയുടെ കടയ്ക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണങ്ങിയ മുന്തിരിച്ചെടിയുടെ അത് ഉണങ്ങിപ്പോയി. ആ ഉണങ്ങിയ കടയ്ക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം എത്തിയില്ല, ഉണങ്ങിയ ആ മുന്തിരിച്ചെടി പുഷ്പിക്കാൻ തുടങ്ങി, സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ദൈവം ഇത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നാം ഇതൊക്കെ ചെയ്തിട്ടും ദൈവം ഇത് കാണുന്നില്ലല്ലോ എന്നുള്ളത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ജനത്തിൻ്റെ രോദനം അവൻ കേട്ടു, അവരുടെ സങ്കടം അവൻ തിരിച്ചറിഞ്ഞു, അവരുടെ കരച്ചിൽ അവൻ കണ്ടു, അവരുടെ വേദന അവൻ തിരിച്ചറിഞ്ഞു. അതിനായിട്ട് മറുപടിയായിട്ടാണ് മോശയെ കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവം കാണുന്നുണ്ട്. ഒരു വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കണം. നമ്മളെ ദൈവം പരീക്ഷിക്കും. 25 വർഷമാണ് അബ്രാഹത്തെ പരീക്ഷിച്ചത്. കുഞ്ഞുണ്ടാവും എന്ന് എത്രയോ പറഞ്ഞു. 25 വർഷത്തിന് ശേഷം 100 വയസ്സായപ്പോൾ, സാറായിക്ക് 90 വയസ്സായപ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യാശ വിടാതെ പ്രാർത്ഥിക്കുക. അതായത് ഉത്തരം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നമുക്കുള്ളത് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്, ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഉറപ്പായും വിശ്വസിക്കാം, നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് നമ്മുടെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. അല്പം കാലവിളംബം വന്നാലും ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലതാമസം വരുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടുന്നില്ലല്ലോ ഈശോയെ. കർത്താവെ, അവിടെയൊക്കെ നിരാശ വരാൻ ഞങ്ങൾക്ക് ഒരുപാട് സാധ്യതയായി. കർത്താവെ, അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവർ, ഒന്നും നേരെ ആകുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ കർത്താവെ ഇടപെടണമേ. ഈശോയെ, അവരുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങെന്നിൽ നിന്നു മുഖം മറയ്ക്കരുതേ. അങ്ങെനിക്കു ചെവി തരേണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്കുത്തരമരുളേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.